നമസ്കാരം. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും വാർത്തയായി വരുന്നതും നാം ചർച്ച ചെയ്യുന്നതും. അതിൽ മസാല കലർന്ന കാര്യങ്ങളാണ് വീഡിയോകളിൽ വരുന്നതും അല്ലെങ്കിൽ തമ്മിലെങ്കിൽ ആൾക്കാരെല്ലാം ഇരുന്ന് കാണുകയും സ്കിപ്പ് ചെയ്യാതെ പോവുകയും ചെയ്യും. ഞാൻ എൻ്റെ കഴിഞ്ഞ കുറച്ച് നാളത്തെ അനുഭവം കൊണ്ട് പറഞ്ഞാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. നമ്മുടെ ചുറ്റുപാടുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുവാനുള്ള ഒരു ത്വര നമ്മളെല്ലാം ഉണ്ട്. ഒരു നാഷണൽ ഹൈവേയിൽ 2-3 ആൾക്കാരും ഒപ്പം ഒരു കൊച്ചുകുട്ടി 5-6 വയസ്സുള്ള കുഞ്ഞും കൂടി യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക. യാത്ര ചെയ്യുന്ന സമയത്ത് അതിലെ ഡ്രൈവർ മദ്യപിച്ച് മതോന്മത്തനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ ആളിനെ നമ്മുടെ പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നാടുനീളെ എല്ലാം ബാറുകൾ തുറന്നു വെച്ച് ആവശ്യം പോലെ ബാറ് തുറന്നു വെച്ചിരിക്കുകയാണ്. ഇഷ്ടം പോലെ യഥേഷ്ടം കൊടുക്കുകയാണ്. ഇനി കുടിപ്പിക്കാൻ വേണ്ടിയുള്ള അടുത്ത പണിയും ചെയ്യുകയാണ്. കഴിഞ്ഞ 6-7 വർഷമായിട്ടാണ് കേരളം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. അങ്ങനെ ബാറൊക്കെ തുറന്നു വെച്ച് ബാറിൽ പോയി അടിക്കാൻ പറ്റുന്നവർ അങ്ങനെയും, അതല്ല എങ്കിൽ ബിവറേജിൽ ക്യൂ നിന്ന് അടിക്കാൻ പറ്റുന്നവർ അങ്ങനെയൊക്കെ അടിച്ച് വാഹനം ഓടിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ ആ വാഹനം ഇടിച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് 5 പൈസയും കിട്ടില്ല. കാരണം ഇയാൾ മദ്യത്തിൻ്റെ ലഹരിയിലായതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി അത് കൈവഴിയും. പിന്നെ അയാൾ കൊടുക്കേണ്ടി വരും. അത് അവസാനം കിട്ടാത്തൊരവസ്ഥയിലെത്തും. അതല്ല നമ്മുടെ വിഷയം. ഇങ്ങനെ ഒരാളിനെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയ പോലീസ് ചെയ്യുന്ന എന്താണ്? ഒരു എഫ്ഐആർ ഇടും. ഒപ്പം അയാളെ മെഡിക്കൽ ചെക്കപ്പ് നടത്തും. കോടതിയിലേക്ക് കൊടുക്കുകയും ചെയ്യും. ചില കോടതികൾ 3000, ചില കോടതികൾ 5000, ചില കോടതികൾ 10000 ഒക്കെ അടിക്കും. നല്ല മജിസ്ട്രേറ്റ് ആണെങ്കിൽ ചിലപ്പം നല്ല നടക്കുന്ന രീതിയിൽ വൈകുന്നേരം വരെ അവിടെ നിൽക്കാനും പറയും. ഇത്രയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതൊന്നും സംഭവിക്കുന്നില്ലെങ്കിലത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞായറാഴ്ച ദിവസം, മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലൊന്നായ മലയാള മനോരമ ഈ വാർത്ത ചെയ്തിരുന്നു. അതിൻ്റെ ലേഖകനെ അങ്ങേയറ്റം അനുമോദിക്കേണ്ടിയിരിക്കുന്നു. ഒരു സർക്കാർ വണ്ടി എന്ന് വെച്ചാൽ എൻ്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ട് നിലവിൽ വാങ്ങിയതും ഓടുന്നതുമായ സർക്കാർ വാഹനം, സാക്ഷാൽ പോലീസിൻ്റെ വാഹനം, എറണാകുളത്ത് അരൂര് വെച്ചിട്ട് നാട്ടുകാരുടെ കണ്ണിൽപ്പെടുകയും, ചുമ്മാ കണ്ണിൽപ്പെട്ടതല്ല കാരണം, ആ വാഹനം അരൂർ തുറവൂർ സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവനന്തപുരം സൈഡിലേക്കും എറണാകുളം സൈഡിലേക്കൊക്കെ കറങ്ങടന്നു. നാട്ടുകാരിങ്ങനെ ശ്രദ്ധിച്ച സമയത്ത് ആ വാഹനം ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞൊക്കെ പോവുകയാണ്. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചു, ചാനലുകാർ ശ്രദ്ധിച്ചു. അങ്ങനെ വളഞ്ഞു പോയ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിൽ ഒരു കുഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ടെന്നും അതിനകത്ത് 2-3 പേര് ഇരിപ്പുണ്ട്, ഫ്രണ്ടിൽ 2 പേരുണ്ട്, ഇങ്ങനെ പോകുന്നവർ കണ്ടു. അങ്ങനെ ഈ വാഹനം അരൂര് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് വാഹനം പലയിടത്തും നിർത്തിയിട്ടിരുന്നു. അത് നിർത്തിയ സമയത്തൊക്കെ തന്നെ നിർത്തി കുറച്ച് സമയം അവർ റെസ്റ്റ് എടുക്കുന്നു. റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും വാഹനം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ തിരുവനന്തപുരം സൈഡിലേക്ക് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ വാഹനം എറണാകുളം സൈഡിലേക്ക് പോകുന്നു. ഈ സമയത്ത് സംശയം തോന്നിയ ആൾക്കാർ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വണ്ടി ഇവിടെയൊക്കെ കറങ്ങുന്നുണ്ട്, വലിയ കുഴപ്പമാണ്, മറ്റു വാഹനങ്ങൾ ഇടിക്കുന്ന രീതിയിലൊക്കെയാണ് പോകുന്നത്, ഈ വാഹനത്തിൻ്റെ ഇട സൈഡൊക്കെ തകർന്നിരിക്കുന്നു, വരണമെന്ന്. പോലീസ് പറഞ്ഞു, ഞങ്ങൾ നോക്കിക്കോളാം, ഇപ്പം ശരിയാക്കി തരാം, കാരണം ഞങ്ങളുടെ ഒരു വിഭാഗം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അവരിപ്പോൾ പിടിച്ചോളും എന്ന രീതിയിൽ പറഞ്ഞു. എന്തായിരുന്നാലും ഒട്ടും മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വാഹനം ഒരിടത്ത് ബ്രേക്ക് ഡൗൺ ആവുന്നു. നാട്ടുകാർ വീണ്ടും, നാട്ടുകാരല്ലേ, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു രാജ്യസ്നേഹം നടത്താം എന്ന് വിചാരിച്ച് അവർ വീണ്ടും പോലീസിനെ വിളിക്കുന്നു. അങ്ങനെ അരൂർ പോലീസ് വരുന്നു. ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളിനെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോകുന്നു. കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആളാരാണെന്ന് മനസ്സിലായി കാണും, കാരണം പോലീസ് വാഹനമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. കഥാനായകൻ എന്ന് പറയുന്ന സംസ്ഥാന ക്രൈം റെക്കോർഡ് DYSP അനിൽകുമാർ ആയിരുന്നു ആ വാഹനത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ. ആ വാഹനത്തിൻ്റെ തൊട്ട് പിൻസീറ്റിൽ കിടന്ന കുട്ടിയെ പറ്റി പിന്നീട് വാർത്തകളൊന്നും വന്നില്ല. ഇദ്ദേഹത്തെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അമിത വേഗത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് അദ്ദേഹത്തിൻ്റെ മേൽ കേസെടുക്കുകയും തുടർന്ന് മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. എന്തായാലും മൊഴി എടുക്കാൻ വന്ന വനിതാ SI സല്യൂട്ട് അടിച്ചു നിൽക്കേണ്ട അവസ്ഥയിലെത്തി എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാക്കി എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ സിമ്പലാണ്. അത് മറ്റുള്ളവരെ പേടിപ്പിക്കാനുള്ളത് കൂടിയാണ്
എന്നാണ് നാം കണ്ടുവരുന്നത്. ഓട്ടോറിക്ഷക്കാരൻ കാക്കിയിട്ടുകൊണ്ട് കൂട്ടം കൂടി നിന്നത് നമുക്ക് പേടിയാണ്. ഡ്രൈവർമാരൊക്കെ കാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പേടിയാണ്. അതിലും വലിയ പേടിയാണ് പോലീസ് ഏമാന്മാർ കാക്കിയിട്ടുകൊണ്ട് പൊതുജനത്തിന് മുമ്പിൽ വന്ന് മർദ്ദനമുറ കൂടി ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ പോലീസിനെ നമ്മൾ ഇത്രയേറെ പേടിക്കാനുള്ള കാരണം. എന്തായിരുന്നാലും ഒരു സാക്ഷാൽ DYSP എന്ന് പറയുന്ന ഒരാൾ മദ്യപിച്ച് നടു റോഡിൽ പൊതുജനത്തിൻ്റെ ജീവൻ അപകടം വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിക്കുക, അതും തൊട്ട് പിൻസീറ്റിൽ ഒരു കുഞ്ഞിനെ കിടത്തി ഉറക്കിക്കൊണ്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് എന്ന് നാം നോക്കേണ്ടിയിരിക്കുന്നു. ഗതി മീൻസ് പോക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേരളം വളരെയേറെ മാറിയിരിക്കുന്നു. ജോലി ചെയ്യുന്ന സമയത്ത് മദ്യപിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ കാണേണ്ടി വരുന്നു. 2014 വർഷത്തിൽ പത്തനംതിട്ട RTOയെ കാണാൻ പോകുന്ന ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ PROയുടെ സീറ്റിലിരുന്ന K. മോഹനൻ എന്ന് പറയുന്ന സീനിയർ സൂപ്രണ്ട് മദ്യപിച്ചിരിക്കുന്നു എന്ന് കണ്ട് മനസ്സിലാക്കുകയും പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് ഓഫീസിനുള്ളിലാണെന്ന് ഓർക്കണം, ധാരാളം സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ. അവിടെ നിന്നൊരാൾ ഇദ്ദേഹത്തിന് ഉടനെ പ്രൊമോഷൻ കിട്ടും, വേണുജി ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് കാല് പിടിച്ചനുസരിച്ചിട്ട് ഞാൻ വിളിച്ച കോൾ കട്ട് ചെയ്യാനുണ്ടായത്. പിന്നീട് അതിൻ്റെ പുറത്ത് ഞാനാണ് പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് പലരും മിണ്ടാത്തത് എന്നുള്ളതാണ് സത്യം. ഏതായാലും അറസ്റ്റ് ചെയ്യപ്പെട്ട അനിൽകുമാർ എന്ന് പറയുന്ന ആളിന് സ്റ്റേഷനിൽ ജാമ്യം കൊടുത്തു വിട്ടു. ഒരുപക്ഷെ ഈ വാർത്ത പുറത്തു വന്നുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് സസ്പെൻഡ് ചെയ്തിരിക്കാം. അപ്പോൾ ഈ ഔദ്യോഗിക വാഹനത്തിൽ അനവസരത്തിൽ അതിവിദഗ്ധമായ രീതിയിലല്ലാതെ അതിദുഷ്കരമായ രീതിയിൽ മറ്റുള്ളവരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ നല്ല തിരക്കുള്ള നാഷണൽ ഹൈവേയിൽ വാഹനം ഓടിച്ച DYSPയെ സസ്പെൻഡ് ചെയ്താൽ അദ്ദേഹം സുഖകരമായി കിട്ടുന്ന പൈസയും മേടിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴേ കുറേ കമ്പനികൾ കാണും, അവരിൽ നിന്നുള്ള കാശുമൊക്കെ വാങ്ങിച്ച് സുഭിക്ഷമായിട്ട് വീട്ടിൽ നിന്ന് 2 എണ്ണം വീശിയിരിക്കാനുള്ള അവസരം സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നു. അതിനുശേഷം വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു താളിയോലയിൽ ഒരു പ്രൊമോഷൻ കൂടി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കേരളം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ നീതി നിർവഹിക്കേണ്ടവരുടെ അവസ്ഥയാണ് ഞാനീ പറഞ്ഞത്. കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ പോകുന്ന എക്സൈസ് ഓഫീസർ മദ്യപിച്ചിട്ട് പോയത് പലപ്പോഴും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 2 വീശിയെങ്കിൽ മാത്രമേ കൃത്യനിർവഹണം വരൂ എന്നുള്ള ഇത്ര ആശാന്മാരെ വീട്ടിലിരുത്തിയാണ് വേണ്ടത്. നല്ല വിദ്യാഭ്യാസവും വിവരവുമുള്ള, ജനങ്ങളോടും സമൂഹത്തോടും സ്നേഹമുള്ള 100 കണക്കിന് പോലീസുകാരുള്ള ഒരു സേനയാണ് കേരള പോലീസ്. അതിലെ ഇത്തരം പുഴുക്കുത്തുകൾ എന്നും സമൂഹത്തിനൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ചു നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം, അടുത്ത ജന്മത്തിലെങ്കിലും ജനിക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ട് ജനിക്കണമേ എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഈ സേനയെ മാറ്റുന്ന കുറേ ആൾക്കാരാണ് കേരള പോലീസിൻ്റെ ഇന്നത്തെ ഈ ദുഷ്പേരിന് കാരണക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്തരം സാർമാർക്ക് മദ്യപിച്ച് മതോന്മത്തരായി നടക്കാനാണ് താല്പര്യമെങ്കിൽ അവരെ എന്തിനു നമ്മൾ സർവീസിൽ വീണ്ടും പിടിച്ചിരുത്തുന്നു? അവർക്ക് വേണ്ട നിർബന്ധിതമായ VRS കൊടുത്ത് വീട്ടിൽ കൊണ്ടിരുത്തരുതോ? VRS കൊടുക്കട്ടെ. VRS കൊടുത്ത് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ എല്ലാം സർക്കാർ ഒഴിവാക്കട്ടെ. അത് പോലീസ് സേനയിലായാലും സംസ്ഥാനത്തെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലായാലും ഒരു പ്രായപരിധിക്ക് ശേഷം വെച്ചിട്ട് VRS കൊടുത്താൽ എത്രയോ പേര് ഒഴിഞ്ഞു പോകും. ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവർ പോകട്ടെ. വിവിധ സ്ഥാപനങ്ങളിൽ അത്തരം ആൾക്കാർ ധാരാളമുണ്ട്. ജോലി ചെയ്യാൻ യാതൊരു താല്പര്യമില്ല, ശമ്പളം വാങ്ങുന്ന താല്പര്യം മാത്രമേ ഉള്ളൂ. പണ്ട് പറയാറുണ്ടല്ലോ, PSCയുടെ ടെസ്റ്റ് എഴുതി പാസ്സായതിനു ശേഷം മാത്രം 2 മാസം ലീവ് എടുക്കണമെന്ന് പറയുന്ന പോലെ, ജോലി കിട്ടി അത് ഒരു തനിക്കും തൻ്റെ കുടുംബത്തിനുമുള്ള ജീവനോപാധി എന്ന് കരുതാതെ ആ ജോലി വെച്ചിട്ട് ട്രേഡ് യൂണിയൻ പ്രവർത്തനവും നടത്തി, രാഷ്ട്രീയ പ്രവർത്തനവും നടത്തി, മദ്യപിച്ച് മതോന്മത്തരായി നടക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ സർക്കാരിന് കഴിയില്ല. കാരണം സർക്കാരിൻ്റെ മദ്യത്തിൻ്റെ മൊത്ത വ്യാപാരി എന്ന് പറയുന്നത് സർക്കാർ ആയതുകൊണ്ട് പറ്റില്ല. മദ്യമല്ലാതെ മറ്റു വല്ലതുമാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ അത് കണ്ടുപിടിക്കാനും സാധിക്കില്ലായിരുന്നു. എന്തായിരുന്നാലും ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ ഒരു കാരണവശാലും നമ്മുടെ പോലീസ് സേനയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നല്ല കൃത്യനിർവഹണ ബോധമുള്ള, നിയമപരിജ്ഞാനമുള്ള, വിവരവും വിദ്യാഭ്യാസവുമുള്ള നല്ലവരായ ചുണക്കുട്ടന്മാരായ ധാരാളം പോലീസ് ഓഫീസർമാരും പോലീസ് സേനയിലുണ്ട്. അതിനകത്തുള്ള ഇത്തരം പുഴുക്കുത്തുകളെ ശരിക്കും പറഞ്ഞാൽ കുത്തിയെടുത്ത് ദൂരെ കളയുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത ദിവസത്തെ വരവേൽക്കാം. നന്ദി, നമസ്കാരം.